കാഞ്ഞങ്ങാട് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി PA സലീമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതി കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് അറിയിച്ചു. മോഷണത്തിനായാണ് വീട്ടിലെത്തിയതെന്നാണ് ഇയാളുടെ മൊഴി. വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തെല്ലാം വിവരങ്ങളാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്? സ്മിത, ഇന്നലെ രാവിലെയോടുകൂടി ആന്ധ്രാപ്രദേശിലെ അഡോണിയിൽ നിന്ന് പിടിയിലായ പ്രതിയുമായി വൈകുന്നേരത്തോടെയാണ് പോലീസ് കാസർഗോഡ് ജില്ലയിലെത്തിയത്. ആദ്യം AR ക്യാമ്പിൽ എത്തിച്ച പ്രതിയെ പിന്നീട് കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു. പ്രതിയെ ചോദ്യം ചെയ്തു വരികയായിരുന്നു അന്വേഷണ സംഘം. എന്തായാലും പ്രതിയുടെ അറസ്റ്റ്, PA സലീമിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മോഷണമായിരുന്നു ലക്ഷ്യം എന്നാണ് പ്രതി പോലീസിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. മോഷണത്തിനിടെ കുട്ടി ഉണരുമെന്ന് കരുതി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ വൈദ്യപരിശോധനയിൽ ഉൾപ്പെടെ ലൈംഗികാതിക്രമം കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ പ്രതിക്ക് പ്രതിയുടെ മുൻകാല പശ്ചാത്തലവും ഇത്തരത്തിൽ പോക്സോ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഇന്നെന്തായാലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ തെളിവെടുപ്പും ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇനി ബാക്കിയുള്ളത്. സ്മിത, അരുൺ, ഈ പ്രതിയുടെ മൊഴിയിൽ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടില്ല, മോഷണമായിരുന്നു ലക്ഷ്യം, അവിടെ നിന്ന് കുഞ്ഞിനെ മാറ്റി, അത് മാത്രമാണ് ചെയ്തത് എന്നാണോ പ്രതി പറയുന്നത്? അതെ സ്മിത, ഈ പ്രതിയുടെ മൊഴി കുറ്റം പ്രതി സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രതിയുടെ മൊഴി അനുസരിച്ച് മോഷണം മാത്രമായിരുന്നു ലക്ഷ്യം. സ്വർണം മോഷ്ടിക്കണമായിരുന്നു, അല്ലാതെ കുട്ടിയെ ഉപദ്രവിക്കണമെന്ന തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രതി കുട്ടി ഉറക്കത്തിൽ ഉണരുമെന്ന് കരുതിയാണ് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോയതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. കാരണം ഈ പ്രതിക്കെതിരെ മുൻപും സമാനമായ രീതിയിൽ, അതായത് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന്, ലൈംഗികാതിക്രമം നടത്തി എന്ന പേരിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതി ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. എന്തായാലും കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തി എന്ന തരത്തിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. സ്മിത, ശരി. അരുൺ പാറയ്ക്കലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.